അന്ന് ഒന്നിച്ച് നിൽക്കല്ലേ, ഒന്നിച്ച് നിന്നവർ ഭിന്നിച്ചു പോയപ്പോൾ പ്രശ്നമല്ലേ ഇത്? തെരഞ്ഞെടുപ്പ് വേണം അവിടെ, ഉറപ്പായി 100% എസ് കെ. പക്ഷെ ആ സാഹചര്യം മാറുന്നു, അവിടെ UDF പൊളിറ്റിക്കൽ ലൂസർ ആകുമോ പി വി അൻവർ എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഉയർത്തുന്ന ചോദ്യം. ഉറപ്പായി ഒരു എന്താണ് ഒരു ഡിസ്ട്രക്ടർ. മാത്രമല്ല രാഷ്ട്രീയ ചതുരംഗ കളത്തിൽ നിന്ന് പുറത്താകുമോ, അല്ലെ? രാഷ്ട്രീയ ബോർഡിൽ നിന്ന് പുറത്താകുമോ ഉപയോഗിക്കാൻ പറ്റിയ വാക്ക് ഒരു സ്പോയിലർ ആണ്. ഞാൻ രക്ഷപ്പെട്ടില്ലെങ്കിൽ മറ്റോനെ ഞാൻ തകർത്തു എന്നുള്ള സന്തോഷിക്കാം, അല്ലെ? ഞാൻ രക്ഷപ്പെട്ടില്ലെങ്കിൽ എന്റെ അയൽവാസി കിട്ടി പണിഞ്ഞു വിജയൻ പറയുന്നത് ഈ ആദ്യ റൗണ്ടിലെ UDFന്റെ ലീഡ് ഒരു ആധികാരിക ലീഡ് അല്ല. ഞാനൊരു സ്മരണ പുതുക്കട്ടെ. മോർണിംഗ് ഷോ ചെയ്യാനായിട്ട് നിലമ്പൂർ ഇറങ്ങി. ഞാനൊരു ചായക്കട ചെന്നു, ചായ എടുക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഈ പി വി അൻവറിന് ഇവിടെ എങ്ങനെയുണ്ട് ജനസ്വാധീനം? സിറ്റിംഗ് MLA ആണ്. ഇയാളാണോ അയാളുടെ ജനസ്വാധീനം തീരുമാനിക്കുന്നത്? ഒറ്റ ചോദ്യം ഞാൻ പിന്നെ ചോദിച്ചില്ല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഇപ്പോഴും മനസ്സിലായിട്ടില്ല. നമ്മൾ അമരമ്പലത്ത് കരുളായിൽ പോത്തുകല്ലൊക്കെ പോകുമ്പോൾ പി വി അൻവർ സംസാരിക്കുന്ന മനുഷ്യന്മാരുണ്ട്. അദ്ദേഹം പറഞ്ഞ പോത്തുകല്ലൊക്കെ നല്ല സ്വാധീനമുണ്ട്. മാത്രമല്ല പി വി അൻവർ ഇസ് എ പൊളിറ്റിക്കൽ ഫാക്ടർ എന്നുള്ള തീരുമാനം ഒരു തർക്കമില്ല. മാത്രമല്ല നമ്മൾ ഈ വാർത്താ സമ്മേളനങ്ങളിൽ ചാട്ടുളി പോലെ കയറുന്ന വിമർശനങ്ങൾ അദ്ദേഹം ഉയർത്തുമ്പോൾ നമ്മൾ വിചാരിച്ചു ഈസ് എ ലൂസർ. പക്ഷേ അദ്ദേഹത്തെ കാത്തിരിക്കുന്നത് ഒരു സ്പോയിലറിന്റെ പരിവേഷമാണോ? സ്പോയിലറാണെന്നുള്ളത് ഒരു മണിക്കൂറിനുള്ളിൽ അറിയാം. അദ്ദേഹത്തിന്റെ തന്നെ സ്പോയിലർ ആണെന്നും അറിയാം. അതും അറിയാം. 3 കാര്യങ്ങളും അറിയാം. അപ്പൊ ഇപ്പോൾ ഏറ്റവും അവസാന റിപ്പോർട്ട് ലഭിക്കുമ്പോൾ 5-2 521